ഗുഡ് മോർണിംഗ്. വെരി അൺപ്ലാൻഡ് ആയിട്ട് പനി പിടിച്ച ദിവസം ചുമ്മാ എടുത്തൊരു വ്ളോഗാണിത്. അതുകൊണ്ട് തന്നെ ഇത് വളരെ വളരെ ഷോർട്ട് വ്ളോഗാണ്. എന്നാലും എനിക്ക് നിങ്ങളോട് കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിക്കണം എന്ന് തോന്നി. അപ്പോൾ ഇത് കുറച്ച് ദിവസമായിട്ട് ഞാൻ എഡിറ്റ് ചെയ്യണമെന്ന് ഇങ്ങനെ വിചാരിച്ച് വെച്ചത്, പക്ഷേ മടി കാരണം എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതൊക്കെയാണ് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങളോട് സംസാരിക്കാനുണ്ട്. അപ്പോൾ രാവിലെ ഞാൻ എണീറ്റ്, അന്നൊരു സൺഡേ ആയിരുന്നു, പനി ആയതുകൊണ്ട് തന്നെ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഒരു മൂഡും ഉണ്ടായിരുന്നില്ല. ആകെ കൂടെ ഒരു ചതഞ്ഞേ എന്നുള്ളൊരവസ്ഥയിലായിരുന്നു. എന്നാലും നമ്മൾ യൂഷ്വൽ കാര്യങ്ങളൊക്കെ ചെയ്യും. ഞാൻ രാവിലെ എണീറ്റിനെ ഫസ്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ് വെള്ളം കുടിക്കുക. എനിക്കിങ്ങനെ കുറേ വെള്ളം കുടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര തലവേദന ആയിരിക്കും എഴുന്നേൽക്കുന്ന സമയത്ത്. അപ്പോൾ ഞാൻ കുറേ വെള്ളം കുടിക്കും. പിന്നെ ഇതെൻ്റെ പഴയ വാട്ടർ ബോട്ടിലാണ് കേട്ടോ. ഈ ടാങ്ക് ഞാൻ വാങ്ങിച്ചിട്ട് കുറേ കാലം, ഇത് പഴയത്, ഇനി പുതിയ ഒരെണ്ണം വാങ്ങിക്കണം എന്നൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഒരു അറ്റാച്ച്മെൻറ്റ് വന്നു, അതുകൊണ്ട് തന്നെ അത് പുതിയത് വാങ്ങിക്കുമ്പോൾ ഒരു വിഷമമുണ്ട്. അപ്പോൾ ഞാൻ രാവിലെ ചെയ്യുന്ന സ്കിൻ കെയർ എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു സെറം ഇടും. പിന്നെ ഇപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ലിപ് ബാമാണിത്. അപ്പോൾ ലിപ് ബാമിൻ്റെയൊക്കെ എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. പിന്നെ ഞാനിപ്പോൾ റീസെൻ്റ്ലി യൂസ് ചെയ്യുന്ന മോയ്സ്ചറൈസർ ഫോക്സ്ടെയിലിൻ്റെ ആണ്. കുഴപ്പമില്ല, എൻ്റെ ഫേസ് ഇപ്പോൾ കുറച്ച് ഓയിലി ആയിട്ട് വരുന്നുണ്ട്. ഐ മീൻ ഈ മോയ്സ്ചറൈസർ അത്രയും ഓയിലി ആക്കുന്നില്ല. പിന്നെ എൻ്റെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ള സൺസ്ക്രീനാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ സൺസ്ക്രീൻ. എനിക്ക് അറിഞ്ഞൂടാ ഓയിലി സ്കിന്നുള്ള ഗേളീസിന് ചിലപ്പോൾ ഞാൻ പറയുന്നത് ചിലപ്പോൾ ഒന്ന് റിലേറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് ഓയിലി സ്കിൻ ആണെങ്കിൽ ഡു ട്രൈ ദിസ് സൺസ്ക്രീൻ ഡീകൺസ്ട്രക്റ്റ്. അടിപൊളിയാണ് കേട്ടോ. എനിക്കതിൻ്റെ ആ ഒരു ടെക്സ്ചർ ഭയങ്കര ഇഷ്ടമാണ്. ഒരുമാതിരി തൈര് കടഞ്ഞെടുത്തൊരു ആ ഒരു ടെക്സ്ചറാണ്. അപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര ഫുഡ് ക്രേവിങ്സ് വന്നപ്പോൾ ഞാൻ വിചാരിച്ചു മന്തി കഴിക്കാൻ പോകാമെന്ന്. എനിക്കിങ്ങനെ പനിയൊക്കെ വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ തിന്നാൻ ഭയങ്കര കൊതിയാണ്. അപ്പോൾ നമ്മൾ മന്തി കഴിക്കാൻ പോകാൻ വേണ്ടിയിട്ടുള്ള ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഇതിൻ്റെ വീഡിയോ ഞാൻ അല്ലാതെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ലിങ്ക് കൊടുക്കാം. മന്തി കഴിക്കാൻ വേണ്ടി കൊച്ചിയിലെ ഫേമസ് ആയിട്ടുള്ള അൽറീം മന്തിയിലാണ് പോയത്. ആൻഡ് എനിക്ക് ഇങ്ങനത്തെ നോർമൽ മന്തിയാണ് ഇഷ്ടം, എനിക്ക് അൽഫാം മന്തിയൊന്നും ഇഷ്ടമല്ല. പിന്നെ ഞാൻ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പം ഒരു മൂവിയൊക്കെ കണ്ടിരിക്കാമെന്ന് വിചാരിച്ചപ്പോൾ മൂവി കാണുമ്പോൾ എന്തെങ്കിലുമൊക്കെ കുറച്ചുകൊണ്ടിരിക്കണമല്ലോ. അപ്പോൾ ഞാൻ കണ്ട മൂവി എന്ന് പറഞ്ഞാൽ ഡാംസൽ എന്ന് പറയുന്ന മൂവിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ മൂവി. നിങ്ങളാരെങ്കിലും നെറ്റ്ഫ്ലിക്സ് ഉണ്ടെങ്കിൽ എല്ലാവരും കാണണം. അപ്പോൾ ഞാനിങ്ങനെ റൂം നോക്കിയപ്പോൾ ആകെ അലമ്പായി കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് റൂം ഒന്ന് വൃത്തിയാക്കിയാലോ. എനിക്കിങ്ങനെ ബോറടിക്കുന്ന സമയത്ത് എന്തെങ്കിലും ക്ലീൻ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. തുണി അലക്കാനും പാത്രം കഴുകാനും എനിക്കിഷ്ടമല്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഭയങ്കര മടിയാണ്. പിന്നെ ഈ ഒരു ബുക്കില്ലേ, ഈ യൂണിക്കോണിൻ്റെ ബുക്ക്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതിനകത്താണ് ഞാൻ എന്തെങ്കിലും കണ്ടൻസിൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളൊക്കെ എഴുതി വെക്കാറ്. പുതിയ ബുക്ക്, ഈ ബുക്ക് എനിക്ക് ആക്ച്വലി എൻ്റെ അനിയത്തി ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. പിന്നെ ഞാൻ പനി ആയതുകൊണ്ട് തന്നെ രാത്രി കുറച്ച് കഞ്ഞിയൊക്കെ ഉണ്ടാക്കി, നമുക്ക് വീട്ടിലാണെങ്കിൽ ഉണ്ടാക്കി തരാൻ മമ്മിയൊക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ആരുമില്ല, നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ഉണ്ടാക്കി കഴിക്കണം. അതാണ് സ്പിരിറ്റ്. വിഷമമുണ്ട്, എന്നാലും കുഴപ്പമില്ല. പിന്നെ ഞാൻ കുറച്ച് കഞ്ഞി ബാലൻസ് വന്നപ്പോൾ അതിനകത്ത് കുറച്ച് തൈരൊക്കെ ഇട്ടിട്ട്, രാവിലെ കുറച്ചൊരു പ്രോബയോട്ടിക് സാധനങ്ങളൊക്കെ ഇട്ടിട്ട് എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുറച്ച് തൈരൊക്കെ ഒഴിച്ച് വെച്ചു. രാവിലെ നമുക്ക് പഴങ്കഞ്ഞി കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ രാത്രി അതൊക്കെ ചെയ്ത് വെച്ചു. ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ഹോമലോൺ ഡയറീസ് ആയിരുന്നു. പിന്നെ ഞാൻ രാത്രി ഇപ്പം omega-3 ടാബ്ലറ്റും അതിൻ്റെ കൂടി വൈറ്റമിൻ്റെ ഒരു ടാബ്ലറ്റും എടുക്കാറുണ്ട്. അതെന്ത് വൈറ്റമിനാണ് സത്യമാണ് എനിക്ക് അറിഞ്ഞൂടെ, എനിക്ക് ഡോക്ടർ തന്നാ കേട്ടോ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ 2025 എൻഡ് ചെയ്യാൻ പോവാണ്. ഞാൻ ഒരുപാട് കാര്യങ്ങളിൽ കൺസിസ്റ്റൻ്റ് ആവണം എന്ന് വിചാരിച്ചൊരു ഇയറായിരുന്നു. ചില കാര്യങ്ങളിലൊക്കെ ആയിട്ടോ, പക്ഷെ ചില കാര്യങ്ങളിൽ ഞാൻ ആവണം എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര ഉഴപ്പ് പിടിച്ച് ഒരു മൂഡില്ലാത്ത ദിവസങ്ങൾ, ഭയങ്കര മൂഡ് സ്വിങ്സ് ഒക്കെ ആയിട്ടുള്ളൊരു ഇയർ ആയിരുന്നു ഇത്. സോ ഐ ഹോപ്പ് നെക്സ്റ്റ് ഇയർ എല്ലാം അടിപൊളിയാക്കണം. അപ്പോൾ എനിക്ക് നിങ്ങളോടും പറയാനുള്ളത്, ഇപ്പോഴേ നിങ്ങൾ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇപ്പോഴേ നിങ്ങളുടെ ഗോൾസൊക്കെ എഴുതി വയ്ക്കുക. ആൻഡ് എന്താ പറയുക, ലെറ്റ്സ് ഡു ഇറ്റ് ടുഗെദർ. സോ എല്ലാവരുടെയും ഈ ഒരു ന്യൂ ഇയർ ഒക്കെ അടിപൊളിയാവട്ടെ എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതൊരു കുട്ടി വ്ളോഗായിരുന്നു, എനിക്കറിയാം. എന്നാലും നിങ്ങളുടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യണം എന്ന് എനിക്കുണ്ടായിരുന്നു. അപ്പോൾ എനിവേ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്തൊരു വ്ളോഗിൽ കാണാം. ടിൽ ദെൻ ഇറ്റ്സ് സൈനിങ് ഓഫ് ഫ്രം രഞ്ജിമ. ടാറ്റാ.